السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا ذركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മുടെ കഥാപുരുഷനായ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു പർവ്വത സമാനമായ അള്ളാഹുവിൻ്റെ അത്യുന്നതരായ ഔലിയാക്കളിൽ നിന്ന്, മശായിഖുമാരിൽ നിന്ന്, പ്രത്യേകിച്ച് ഉസ്മാൻ ഹാറൂൻ റളിയല്ലാഹുവിൻ്റെ തട്ടകത്തിലുള്ള 20 വർഷക്കാലം നീണ്ടു നിന്ന അതിശക്തമായ ത്യാഗനിർഭരമായ ആത്മീയ ഉത്കർഷത്തിൻ്റെ ജീവിതം, അത് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം പ്രബോധന ദൗത്യവുമായി ഇറങ്ങിത്തിരിച്ച ഖാജ റളിയല്ലാഹുവിനെ ഒരുപാട് ആളുകൾ ചെല്ലുന്ന സ്ഥലത്ത് മുഴുവനും കാത്തിരിക്കുകയാണ്. മുമ്പ് ഉസ്മാൻ ഹാറൂൻ റളിയല്ലാഹുവിൻ്റെ തിരുസദസ്സിലേക്ക് താൻ കയറി വന്നപ്പോൾ എത്ര ആളുകളാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ആ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് നിർവൃതരായി തിരിച്ചു പോകുന്നത് താൻ കണ്ടതാണല്ലോ. അതേ അവസ്ഥയിലേക്ക് ഇന്ന് ഖാജ തങ്ങൾ എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ. അക്രമികളായ അധർമ്മികളായ ആളുകളെ ധർമ്മത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും ലോകത്തേക്ക് അവരെ ആനയിക്കാൻ ഖാജ റളിയല്ലാഹു അൻഹു ഒരു പ്രശ്നവുമില്ലാതെ തൻ്റെ ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് അതിന് സാധ്യമാവുകയാണ്. അതാണ് നേരത്തെ നാം പരാമർശിച്ചിട്ടുള്ള അഫ്ഗാനിലെ ഹറാത്തിൽ യാദ്ജാർ മുഹമ്മദ് എന്ന ക്രൂരനായ ഭരണാധികാരിയെ ഖാജ റളിയല്ലാഹു അൻഹു നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരികയും തൻ്റെ ഇഷ്ടമുരീതാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരാളെ കൂടി നമുക്ക് പരാമർശിക്കാം. അതെ, ഹക്കീം ദിയാഉദ്ദീൻ എന്ന മനുഷ്യൻ. അദ്ദേഹം മുഹമ്മദ് ഹദ്റവൈഹി റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിൽ മഹാനവർകൾ സന്ദർശനം കഴിഞ്ഞ് സബ്സാറിൽ സഞ്ചരിക്കുമ്പോൾ, നേരത്തെ ഷിയ കഥാപാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഹക്കീം ദിയാഉദ്ദീൻ എന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടുത്തെ ആളുകളുടെ ചർച്ച മുഴുവനും. അദ്ദേഹം വലിയ ഗ്രന്ഥപ്പുര തന്നെ അദ്ദേഹത്തിനുണ്ട്. സംവാദമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയം. അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായിക്കൊണ്ട് സംസാരിക്കുകയും ജനങ്ങളുടെ വിശ്വാസം എല്ലാ നിലക്കും നഷ്ടപ്പെട്ടാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള തത്വജ്ഞാനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സമീപിച്ചു. മഹാനവറുകൾ സുന്നത്ത് നിസ്കാര സമയത്താണ് തൻ്റെ സന്നിധിയിലേക്ക് ആ മനുഷ്യൻ കയറി വരുന്നത്. ഉദ്ദേശം തന്നെ ഹാജിയെ അദ്ദേഹത്തിൻ്റെ തത്വജ്ഞാനത്തിലൂടെ ഉത്തരം വെട്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അദ്ദേഹത്തെ എല്ലാ നിലക്കും പരാജയപ്പെടുത്തി നിന്ദ്യനായി പറഞ്ഞേക്കാൻ വേണ്ടിയാണ് ഇയാൾ വരുന്നത്. താൻ നിസ്കാരം കഴിഞ്ഞു, തനിക്ക് വേണ്ടി മുരീദുമാർ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയ ഭക്ഷണത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു ഇറച്ചി കഷ്ണം ഖാജ റളിയല്ലാഹു അൻഹു കഥാപുരുഷനായ ഈ വ്യക്തിയുടെ വായിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് അത് വകഞ്ഞു മാറ്റാനോ അത് തിരസ്കരിക്കാനോ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ വായിലേക്ക് ആ ഇറച്ചി കഷ്ണം എത്തിയതോടുകൂടി അയാൾ പതഞ്ഞു പൊങ്ങിക്കൊണ്ട് ഹാജിയിലോടുള്ള അതിശക്തമായ ദേഷ്യത്താൽ സംവാദത്തിന് വന്ന മനുഷ്യൻ ബോധരഹിതനായി വീഴുകയാണ്. ബോധം തിരിച്ചു കിട്ടിയ ഉടനെ തന്നെ ദിയാഉദ്ദീൻ എന്ന് പറഞ്ഞ തത്വശാസ്ത്രജ്ഞൻ ഹാജിയോട് മാപ്പ് തേടിക്കൊണ്ട് കെഞ്ചി പറയുന്നു, അങ്ങയുടെ മുരീദുമാരുടെ കൂട്ടത്തിൽ ചേർത്താലും. യഥാർത്ഥത്തിൽ ഹാജിയുടെ ഒരു നോട്ടം കൊണ്ട്, ഹാജിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായിലിട്ട മാംസകഷ്ണം കൊണ്ട് അദ്ദേഹം നന്മയുടെ വഴിയിലേക്ക് വരിക എന്നതാണ് നാം കാണുന്നത്. അള്ളാഹു ഹാജിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമാക്കി നന്മയുടെ വഴിയിലേക്ക് മുന്നേറാനുള്ള കരുത്തും കഴിവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു